കണി കാണാൻ സമയമായേ, കണ്ണ് തുറക്കാതെ എഴുന്നേറ്റ് വാട്ടോ. അങ്ങനെ ഈ വർഷത്തെയും ഒരു 1.5 വിഷുക്കണി കണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ടു. ഞങ്ങൾ എല്ലാ വർഷവും ചെയ്തു വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമുണ്ട്. നമ്മുടെ ഒരു 25 പൈസയോ അതുപോലെ ഗോൾഡും അതുപോലെ കൊന്നപ്പൂവും അരിയൊക്കെ വെച്ചിട്ട് നമ്മൾ കോടിമുണ്ടിലേക്ക് ഇടും. അത് ഹെഡും ടെയിലും നോക്കിയിട്ട് നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ചിലയിടത്തില്ല. അതെവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ പതിവ് പോലെ ചെറിയ തോതിലുള്ള വെടിക്കെട്ട് പരിപാടികളൊക്കെ തുടങ്ങി. ഞാനും അച്ഛനും മത്സരിച്ച് തീ കൊടുക്കുന്നുണ്ട്. ഇതും മോശമില്ല. ഇതും കമ്പിത്തിരിയായും പൂത്തിരിയായും വിശപ്പുമായിട്ടൊക്കെ പെറുക്കത്തലുണ്ട്. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണ്ണമല്ലിപ്പൂവുതിർന്നുവോ. അങ്ങനെ ഞാനും വാങ്ങി ഇപ്രാവശ്യത്തെ മാസ്റ്റർ പീസ് സാധനം മാർക്കോ 50 ഷോട്ട്സ്. എൻ്റെ പൊന്നെ അജാതി അന്യായമായിട്ടോ, അടിപൊളി. ആ പൈസയ്ക്കുള്ള സാധനം മുതലാണ്. പിന്നെ നാട്ടിൽ കൃഷ്ണൻ ഇറങ്ങി നിട്ടു. എൻ്റെ വീട്ടിൽ കൃഷ്ണൻ വന്നപ്പോഴേക്കും ഞാൻ ഡോർ വന്നപ്പോഴേക്കും കൃഷ്ണനെ കാണാതെ പോയി. അപ്പോൾ ഞാൻ വേഗം അഖിലിൻ്റെ വീട്ടിൽ ഞാനും ഗീതും പോയിട്ട് അവിടെ നിന്ന് കൃഷ്ണനെ കണ്ടേ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നല്ലൊരു ശിവക്ഷേത്രത്തിലേക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ തൊഴുതിറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു കൃഷ്ണനെ ഞങ്ങൾ കാണാനിടണ്ടായിട്ടോ. ആ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലെ ഔദ്യോഗിക കൃഷ്ണനായിട്ടാണ്. വിഷുവിന് കൃഷ്ണനായിട്ടും ഓണത്തിന് മാവേലിയായിട്ടും വരുന്ന ഞങ്ങളെ സ്വന്തം രാജേശ്വരൻ. അങ്ങനെ പുള്ളിക്കാരനൊത്ത് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങളുടേതായ ഒരു വിഷു സെൽഫി എടുത്തേ. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മുടെ ഷോപ്പിലെ റിൻഷാദും സാലിയൊക്കെ വന്നേ. അങ്ങനെ വീട്ടിൽ നിന്ന് ഊണൊക്കെ കഴിച്ച് ചെറിയ വെടിക്കെട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഒരു അടിപൊളി 1.5 വെടിക്കെട്ട് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.